ഒരു വലിയ സിനിമാ വിശേഷം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റ് ഷോ തുടങ്ങാം. ഈ ചലച്ചിത്ര പ്രേമികൾ ഒന്നാകെ കാത്തിരിക്കുന്ന അടുത്ത ലാലേട്ടൻ പടം മോഹൻലാൽ ചിത്രം ഏതാ? ദൃശ്യം 3 അല്ലേ? ആ ദൃശ്യം 3 ഇതാ ഏപ്രിലിൽ തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു അപ്ഡേറ്റാണ് വരുന്നത്. ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് സംവിധായകൻ ജീത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നു. ദൃശ്യം ഇത്രത്തോളം ആൾക്കാരുടെ മനസ്സിലേക്ക് കയറിയ ഒരു അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു സിനിമയായി മാറി. അതിൻ്റെ തന്നെ ഒരു ബാഗേജ് ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് വന്ന് ദൃശ്യം കാണാം. ഫസ്റ്റ് വീക്കാണ് ഒഫീഷ്യലായിട്ട്. അത് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവും. നാളെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറയുന്നു. സെയ്ഫുനീസയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. സെയ്ഫ്, ഒരുപാട് നിഗൂഢതകളുണ്ട് ദൃശ്യം സീരീസിൽ. ഇതെല്ലാം മറന്നീങ്ങി പുറത്തു വരുമോ എന്നുള്ളതാണ് ദൃശ്യം 3 ഏറ്റവും വലിയ ആകാംക്ഷ. ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഏപ്രിലിൽ തന്നെ ഉണ്ടാകും അല്ലേ? സേതു, തീർച്ചയായും. കാരണം ഏപ്രിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മാസമാണ്. വേനലവധിക്കാലം തുടങ്ങുകയാണ്, സ്കൂൾ അടയ്ക്കുകയാണ്, അതിനൊപ്പം ഈസ്റ്റർ വരുന്നു. നാള് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാസം കൂടിയാണ്, തൊട്ടടുത്ത മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലായി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മാസമായതുകൊണ്ട് തന്നെ ഏപ്രിൽ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് ദൃശ്യം 3 എത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് ജീത്തു ജോസഫ് തന്നെയാണ് ഇന്ന് രാജഗിരി ആശുപത്രിയുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ അദ്ദേഹം പറയുകയും ചെയ്തത്. മോഹൻലാൽ ആരാധകർക്കും ദൃശ്യം സിനിമ പരമ്പരകളുടെ ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണത്. കാരണം ഈ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗമാണെങ്കിലും രണ്ടാം ഭാഗമാണെങ്കിലും ഒക്കെ തന്നെ തിയേറ്ററുകൾ നിറഞ്ഞോടിയ ഒരു സിനിമ കൂടിയാണ്. അതിന്റെ 3-ാം ഭാഗം എത്തുന്നു. അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടി ആകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കും. ദൃശ്യത്തിന്റെ 3-ാം ഭാഗത്തിന്റെ ഹിന്ദി വേർഷൻ വരുന്നതിന് മുൻപെയാണ് ഈ മലയാളം വേർഷൻ എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ജീത്തു ജോസഫ് ആദ്യം തന്നെ പറയുന്നുണ്ട്, വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തണം. കാരണം ആളുകൾ വലിയ രീതിയിൽ ഏറ്റെടുത്ത സിനിമയാണ് ദൃശ്യം 3. ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങളും. അതിന്റെ ഒരു വലിയ ഭാരം തന്നെ തോളിലുണ്ട്. ആ ഭാരത്തിലാണ് ദൃശ്യം 3യുമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതീക്ഷയില്ലാതെ തിയേറ്ററുകളിലേക്ക് എല്ലാവരും എത്തണം എന്നാണ് ഇന്ന് ജീത്തു ജോസഫ് പറയുകയും ചെയ്തത്. ഓക്കെ സേഫു, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഏപ്രിലിൽ ദൃശ്യം 3 കാണാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ ഡേറ്റ് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. നമുക്കിനി